ലോകത്തെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്ന അവകാശവാദവുമായി നീതി ആയോഗ്. ജപ്പാനെ മറികടന്നെന്നും US, ചൈന, ജർമ്മനി എന്നിവ മാത്രമാണ് ഇന്ത്യയേക്കാൾ മുന്നിലുള്ളതെന്നും അന്താരാഷ്ട്ര നാണയനിധി കണക്കുകൾ അടിസ്ഥാനമാക്കി നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യമാണ് അറിയിച്ചത്. ജനസംഖ്യാപരമായ വൻ അന്തരമോ ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വമോ പരിഗണിക്കാതെയാണ് അവകാശവാദം. നിലവിലെ വിലകൾ പ്രകാരം ഇന്ത്യയുടെ GDP 4.19 ലക്ഷം കോടി ഡോളറാണ്. ഇത് ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയെ 4.18 ലക്ഷം കോടി ഡോളറിനെ മറികടന്നെന്ന കണക്കുകൾ ഉദ്ധരിച്ചാണ് നീതി ആയോഗിന്റെ അറിയിപ്പ്. എന്നാൽ ജപ്പാന്റെ പ്രതിശീർഷ GDP 33,960 ഡോളർ എന്ന ഉയർന്ന നിലയിലാണ്. ഇന്ത്യയുടെ പ്രതിശീർഷ GDP ആയ 2,880 ഡോളറിനേക്കാൾ 10 ഇരട്ടിയിലേറെ വരും ഇത്. നിലവിൽ 4ാം സ്ഥാനത്തുള്ള ജർമ്മനിയുടെ GDP 4.74 ലക്ഷം കോടി ഡോളറും പ്രതിശീർഷ GDP 55,910 ഡോളറുമാണ്. സാമ്പത്തിക അസമത്വം വലിയ തോതിലുള്ള രാജ്യത്ത് ആളോഹരി GDP-യിലെ കുറവ് പരിഗണിക്കപ്പെടുന്നില്ല. ജനസംഖ്യയിലെ ഏറ്റവും സമ്പന്നരായ 10% പേർ മൊത്ത സമ്പത്തിന്റെ ഏകദേശം 77% കൈയടക്കിയിരിക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ. അതിൽ തന്നെ 40.4% സമ്പത്ത് 1% സമ്പന്നരുടെ കയ്യിലാണ്. ഏറ്റവും താഴെയുള്ള 50% ജനങ്ങളുടെ കയ്യിൽ ആകെയുള്ള സമ്പത്ത് 6.4% മാത്രമാണ്. ജനസംഖ്യാപരമായ മുൻതൂക്കവും ഇന്ത്യക്കുണ്ട്. രാജ്യത്തെ ജനസംഖ്യ ഏകദേശ കണക്കുകൾ പ്രകാരം 143 കോടി കടന്നപ്പോൾ ജപ്പാന്റേത് കേവലം 12.45 കോടി മാത്രമാണ്. ജപ്പാന്റെ സാമ്പത്തിക സ്തംഭനാവസ്ഥയ്ക്ക് കാരണം പ്രായമായ ജനസംഖ്യയാണെങ്കിൽ ഇന്ത്യയുടെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ 2030 68% ഉയരുമെന്നും കണക്കുകൂട്ടുന്നു. ഏറ്റവും സമ്പന്നരുടെയും ദരിദ്രന്റെയും വരുമാനം കൂട്ടിച്ചേർത്ത് പ്രതിശീർഷ വരുമാനം കണക്കാക്കുന്നതിന്റെ പോരായ്മയാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ IMF കണക്കുകളെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ പോലും ഈ മറികടക്കൽ കണക്കിലെ കളി മാത്രമായി തീരുന്നു. അസമത്വവും സമ്പദ് കേന്ദ്രീകരണവും പ്രഹേളികമായിരിക്കുമ്പോൾ ഇത്തരം കണക്കെടുപ്പുകൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടണമെന്നില്ല. വരുമാന അസമത്വം നിലനിൽക്കുന്ന ഇന്ത്യയിൽ GDP വളർച്ചയുടെ കണക്കുകൾ സമൃദ്ധി നിറയ്ക്കില്ലെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രതിശീർഷ GDP-യെ ഉയർന്നിരുന്നെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയുടെ ഗുണം എല്ലാവരിലേക്കും എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഏറെ പിന്നിലാണ്. സർവ്വതല വളർച്ചാ സൂചികയിലും ഇന്ത്യയുടെ സ്ഥാനം പിന്നിലാണ്. വരുമാന അസമത്വം രാജ്യത്ത് ഏറെ വർദ്ധിച്ച നിലയിലാണെന്നും ഓക്സ്ഫാം ഉൾപ്പെടെയുള്ള സംഘടനകൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2028 ആകുമ്പോഴേക്കും ഇന്ത്യ ജർമ്മനിയെ മറികടന്ന് ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നാണ് IMF കണക്കുകൂട്ടൽ. അപ്പോഴേക്കും ഇന്ത്യയുടെ GDP 5.58 ലക്ഷം കോടി ഡോളറായി വളരും. അതേസമയം ജർമ്മനിയുടെ GDP 5.25 ലക്ഷം കോടി ഡോളർ ആയിരിക്കുമെന്നും IMF പ്രവചിക്കുന്നുണ്ട്.